ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് ലവലോലിക്ക കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ധാരാളം ലവലോലിക്ക ഉണ്ട്. എല്ലാം കിടന്ന് വീണ് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു അച്ചാർ തയ്യാറാക്കാം. ഇത് നല്ല പഴുത്തത് നോക്കി കുറച്ചെടുത്ത് അച്ചാറുണ്ടാക്കാം. ബാക്കി നമുക്ക് ഉപ്പിലിടാം. അത് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് നന്നായിട്ട് പഴുത്തത് നോക്കി പെറുക്കിയെടുത്ത് അച്ചാറുണ്ടാക്കാം. ഈ ഉപ്പിലിടാനായിട്ട് പച്ചയാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികളൊക്കെ അങ്ങ് കഴിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഇത്ര ലവലോലിക്ക എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം വരും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പുപൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് വെന്ത് പോകരുത്. തിളച്ച ഉടനെ ഇതങ്ങ് വാങ്ങി വയ്ക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഈ ലൂബിക്കയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തീ അണച്ചിട്ട് ഇത് കോരിയെടുക്കാം. ഈ വെള്ളം മാറ്റി വെച്ചേക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ ലൂബിക്ക മാത്രം കോരിയെടുക്കാം. ലൂബിക്ക മാത്രം കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. നല്ലെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ പൊട്ടി വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നപ്പോൾ കുറേ കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറി വരണം. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. മുളകും ഒക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കായമൊക്കെ ചേരുമ്പോഴാണ് അച്ചാറിന് നല്ല മണം വന്ന് അതിൻ്റേതായൊരു സ്വാദ് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പോളമുള്ള വിനാഗിരിയാണ് ഒഴിച്ചത്. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. നെല്ലിക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പ് വേണം. ഉപ്പിട്ട് ഇപ്പം വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നേരത്തെ നെല്ലിക്ക വേവിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന വെള്ളം
അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചാറിന് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി തീ അണച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ഗ്രേവിയോട് കൂടിയ ലൂബിക്ക അച്ചാർ വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഇത് കുറേ നാൾ കേടാകാതെ ഇരിക്കും. നമ്മൾ പച്ചവെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇരിക്കുന്ന ലൂബിക്ക ഉപ്പിലിടാനായിട്ട് ഈ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയ കുപ്പിയാണിത്. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്. ഇത്ര ഇട്ട ശേഷം കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. നിറച്ചും അങ്ങ് ഇട്ട് കൊടുക്കുക. അത് കുറേ നാൾ കേടാകാതെ ഇരിക്കും. ഈ നെല്ലിക്ക എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസം നിന്ന ശേഷം എല്ലാം പഴുത്ത് വീണ് പോകും. അന്നേരം ഇത് ഉപ്പിലിട്ട് വച്ചിരുന്നാൽ കഴിക്കാൻ കൊള്ളാം. കുട്ടികളൊക്കെ കഴിച്ചോളും. ഇത്രയും മതി, അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. ഇതിലേക്ക് ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. ഇത്ര വെള്ളം ഒഴിച്ച് അത് മതി. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കാം. അപ്പം കേടാകാതെ ഇരിക്കും, പൂപ്പലൊന്നും വരാതിരിക്കാനാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു. ഞാനിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. ഇത് 2 ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഒരു നല്ല മണമൊക്കെ വരുന്നത്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി അടച്ച് വയ്ക്കാം. എന്നിട്ട് നാളെയൊക്കെ ആകുമ്പോൾ ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ നെല്ലിക്ക കുറേ കൂടി ചെറുതാകും. ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ കുറേ കൂടി സ്പേസ് വരും. അന്നേരം ഇതൊന്ന് കുലുക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ ഈ 2 വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.